ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈനിങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ഞാൻ ലൈനിങ് ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ലീവ് ഞാൻ കട്ട് ചെയ്യാറില്ല. സ്ലീവിന് നീളത്തിലുള്ള ഒരു പീസ് മുറിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നല്ല നല്ല പീസും ലൈനിങ് പീസും ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പോരാത്തത് അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് അധികമാക്കിയിട്ട് വേണം നമുക്ക്. ഇപ്പോൾ ഒരു 8 ഇഞ്ചാണ് നീളമെങ്കിൽ ഒരു 10-11 ഇഞ്ച് നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇതാകുമ്പോൾ പെർഫെക്ഷനായിട്ട് കിട്ടും. സാധാരണയാണെങ്കിൽ, അതായത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് നല്ല തുണിയും ചീത്ത ലൈനിങ് തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എത്താതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ലൈനിങ് പീസ് ഇങ്ങനെ വെക്കാം, കുറച്ച് വീതിയിൽ. ഓക്കെ, ഒരു ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് വെക്കാം. ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു നല്ല പീസിൽ എനിക്കിപ്പോൾ ഇവിടെ കരഭാഗമാണ് കിട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് കരഭാഗം അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കി അടിക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ചെയ്യാൻ. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു ഇഞ്ചിൽ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിലോ 3/4 ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ടൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, അങ്ങനെ ഞാൻ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചീത്ത വശത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നീളം എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 7.75 അപ്പോൾ 7.75. അപ്പോൾ അടിയിലത്തെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ നീളം എന്ന് പറയുന്നത് 7.75 പ്ലസ് 1/4 ഇഞ്ച് സീമും 8 ഇഞ്ചിൽ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കൊടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരക്കാം. അപ്പോൾ എൻ്റെ ബൈസെപ്പ് എന്ന് പറയുന്നത് 6.75. അപ്പം ഞാനിവിടെ 6.75 കൊടുത്തിട്ടുണ്ട്. അടിയിലേക്കും 6.75 കൊടുക്കാം. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ റൗണ്ട് ഉണ്ടല്ലോ, ആം ഹോൾ റൗണ്ട് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് 8 ഇഞ്ചല്ല 7.75 ഇഞ്ച് എവിടെ വരും എന്ന് നോക്കണം. ഓക്കെ, 7.75 ഇഞ്ച് എവിടെ വരും നോക്കാം. അപ്പോൾ എനിക്കിവിടെ 3.25 ഇഞ്ചിലാണ്, താഴെയാണ് 7.75 ഇഞ്ച്. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ആം ഹോൾ റൗണ്ട് 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 7.75 ഇഞ്ച് എത്തുന്ന രീതിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് 3.25 ഇഞ്ച് ഇവിടെയും 3.25 ഇഞ്ച് വെച്ചിട്ട് ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. കണ്ടോ, ഇനി ഇതിൻ്റെ പകുതി, ഈ ഒരു ഭാഗത്തിൻ്റെ പകുതി, അപ്പോൾ ഇത് എനിക്ക് 7 ഇഞ്ചാണ് വരുന്നത്, 6.75 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ, അതായത് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് വരിക, ഈ ഒരു ലൈനിൻ്റെ ഹാഫ് എടുക്കാം. 3.25 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഒരു പോയിന്റ് വരും, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 ഇഞ്ചും കൂടി എക്സ്ട്രാ മുകളിലേക്ക് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു 1.25 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ചിൽ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിട്ടും. കേട്ടോ, ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് അളന്ന് നോക്കാം. അളന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ലേ നമ്മളത് മാറ്റി വരയ്ക്കേണ്ടി വരും. അപ്പോൾ കണ്ടോ, 8 ഇഞ്ച് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സീം ഇവിടെ കൊടുക്കാം. നമ്മുടെ അടിയിലത്തെ അളവ് എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ വിഡ്ത്ത് 5.75 ഞാനിവിടെ 5.75 ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് സീമും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത്ര പണിയുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് എടുക്കാറുള്ളത്. കണ്ടോ, അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ അളവ് ഇതെടുക്കണം. ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട്
ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ 1/2 ഇഞ്ചിലേക്ക് വന്നിട്ട് സെൻറ്ററിലേക്ക് പോവുക. സെൻറ്ററിലേക്ക് പോയിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കത് ഒന്ന് അളന്ന് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പീസ് എടുത്തിട്ട് ജസ്റ്റ് അളന്ന് നോക്കാം. ഇത് ബാക്ക് പീസാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടു നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പീസും നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോയെന്ന്. ഫ്രണ്ട് പീസും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഞാൻ ബാക്ക് 2 സ്ലീവ് ഉണ്ടല്ലോ, 2 സ്ലീവും ഞാനിങ്ങനെ വെച്ചിട്ട് 2 സ്ലീവും ഞാനിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 2 സ്ലീവും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന് വെച്ച് മറ്റേത് വെച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അളവ് എന്തായാലും മാറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഒരുമിച്ച് വെക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നോച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നല്ല വശം ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് 2 വശവും ഇങ്ങനെ വെക്കാം. കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗവും കുഴിച്ച് വെട്ടാനുള്ളത് കൂടി കുഴിച്ച് വെട്ടണം. നല്ല വശമായിരിക്കണം, മാറിപ്പോകരുത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ആർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് നേരെ അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ 2 വശവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വെച്ച് ബാക്ക് സൈഡ് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഏതാണെന്ന്. ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. സെൻറ്ററിൽ നിന്ന് താഴോട്ടേക്കും മുകളിലോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ അടുത്ത വശവും ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മൾ ഇതാ 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഫിറ്റിംഗ് ചെയ്യണം. പിന്നെ ഈ ഒരു ഭാഗവും ചെയ്തെടുക്കണം, നെക്കിൻ്റെ ഭാഗവും ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അങ്ങനെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി എല്ലാം ചെയ്തിട്ട് ഞാൻ എങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാം. നീറ്റായിട്ട് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഹെമ്മിങ്, ഇവിടെ ഹെമ്മിങ് ചെയ്യാനുണ്ട്, കൈക്കും അവിടെ ഹെമ്മിങ് ചെയ്തിട്ട് അതൊക്കെ അഴിച്ച് മാറ്റാനുണ്ട്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു ഇതുണ്ടല്ലോ സ്റ്റിച്ച്, അതും അഴിച്ച് മാറ്റണം. ബാക്കിലുള്ളതും അഴിച്ച് മാറ്റിയിട്ട് അവിടെയും ഹെമ്മിങ് ചെയ്യണം. ഹുക്കും അയ്യും വെക്കണം. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ഓക്കെ, ബായ്.